നമസ്കാരം, എല്ലാവർക്കും ചെന്താർമയുടെ ഒരു മിനി വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പല്ലശ്ശനയിലാണ് ഉള്ളത്. ഏട്ടൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ട് വന്നതാണ്. നമ്മൾ എന്തായാലും ഉച്ചയ്ക്ക് പതുക്കെ പാടത്ത് കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുകൊണ്ട് തന്നെ പാടത്തിൻ്റെ ഭംഗിയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് പാലക്കാടിൻ്റെ ഭംഗി ശരിക്കും കാണണമെങ്കിൽ വന്നിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ഈ പല്ലശ്ശന, കൊല്ലങ്ങോട് സൈഡൊക്കെ. നമ്മളെന്തായാലും അങ്ങനെ പാടത്തൂടെ നടന്ന് ട്രാക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഏട്ടന് ചെറിയ കുട്ടിയാകുമ്പോൾ ഈ ട്രാക്ടറിൽ ഇരുത്തിയിട്ടാണ് ചോറൊക്കെ കൊടുത്തിരുന്നതെന്ന്. അപ്പോൾ ഏട്ടനും ഭയങ്കര ആഗ്രഹം യാനുവിനെ ട്രാക്ടറിൽ ഇരുത്തിയിട്ട് ഒരു റൗണ്ടൊക്കെ പോയിട്ട് വരണമെന്ന്. അപ്പോൾ അവർ രണ്ടാളും കൂടി ട്രാക്ടറിൽ കയറി. ഇപ്പോൾ ഈ കാണുന്നത് ഏട്ടൻ്റെ ചെറുപ്പത്തിലുള്ള ട്രാക്ടറൊന്നും അല്ല, കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് വാങ്ങിച്ച ട്രാക്ടർ തന്നെയാണ്. ഏട്ടൻ്റെ അമ്മാവന്മാർക്കൊക്കെ ഇപ്പോഴും അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളും എന്താ പറയുക, ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ കുറച്ച് കൗതുകം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് അതിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് പഴയ കളപ്പുരയാണ്. അങ്ങനെ ഞങ്ങളിതാ റൗണ്ടൊക്കെ ചുറ്റി തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് ഇറങ്ങി പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു പോരാണ്. ആൻഡ് ഓൺ ദ വേ ആണ് കൊല്ലങ്ങോട് വരുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കൊല്ലങ്ങോട് സൈഡും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇതൊരു കോമൺ പ്ലേസ് ആണ്, പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, കൊയ്ത്തൊക്കെ നടക്കൊണ്ട് തന്നെ ഫീൽഡൊക്കെ ഭയങ്കര ക്ലിയറാണ്, നമുക്ക് ആ ഒരു പച്ചപ്പൊന്നും കാണാൻ പറ്റില്ല. ആൻഡ് ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിനൊക്കെ ഇതേപോലെ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ എൻട്രി ഫീസും വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ഏറുമാടം പോലെ, ചെറിയ കുടിലുകൾ പോലെ, അതേപോലെ ഇത് കണ്ടോ, ആനയുടെ സ്റ്റാച്യു ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ഞാറൊക്കെ നട്ട് കതിരൊക്കെ പൊന്തുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ്. ഇപ്പോൾ ഈ ചളിയും കാര്യങ്ങളും മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നവംബർ ഡിസംബറിലൊക്കെ നിങ്ങളാരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേസ് ജസ്റ്റ് ഈ ഒരു ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓൺ ദ വേ കയറിയതാണ്. അങ്ങനെ നമ്മളും ഇന്നത്തെ ഈ ഒരു കാഴ്ചകളിലൂടെ നമ്മുടെ ഈ ഒരു മിനി വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.